ഞാനും സിയമോളും കൂടിയിട്ട് പുറത്തു പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടത് മുതൽ സിയമോൾ ഈ ഡ്രസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒളിച്ച് കളിയാണ്. എനിക്ക് ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോണ ഒരു ഫീലാണ് കേട്ടോ തോന്നിയത്. പിന്നെ അതേ ഓട്ടോറിക്ഷ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് പോവുകയാണ്. അവളാണെങ്കിൽ പിടിക്കാനൊന്നും സമ്മതിക്കില്ല. ഓട്ടോറിക്ഷയിൽ ഇരിക്കുമ്പോൾ അവൾക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണം. ഞാൻ പിടിക്കണതൊന്നും ഇഷ്ടമല്ല. സെൻറ്ററൊക്കെ എത്തിയപ്പോൾ ആ ചേട്ടന് എന്തോ ബാങ്കിലൊന്ന് കയറേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ വേഗം ബാങ്കിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ആ പാളേനും വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഈ ചൂടത്ത് ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടിട്ട് ഇരിക്കൽ എളുപ്പമല്ല കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ട്. വടക്കാഞ്ചേരി പോകുമ്പോഴുള്ള ഈ സ്ഥലം കാണാൻ നല്ല രസമാണ് കേട്ടോ. റോഡിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ പാടവും പിന്നെ എന്താ ഒരു ചെടിയൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ പാടത്തിൻ്റെ അപ്പുറത്ത് റെയിൽവേ ട്രാക്കാണ്. പിന്നെ അതേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കടയിൽ എത്തിയിട്ടുണ്ട്. സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സീമോൾ ഇതാ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നെ. സീമോൾക്ക് ഈ ട്രോളിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. പക്ഷേ അതിൽ കുട്ടികളെ ഇരുത്തുന്ന സീറ്റ് ഉണ്ടല്ലോ, അതിലിരിക്കാൻ അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. ഞാൻ കുറേ നേരം അവളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇരുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ അവൾക്കതിന് വലിയ താല്പര്യമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ സമ്മതിച്ചു കേട്ടോ. അതിൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറേ ഇട്ട് തുടങ്ങിയപ്പോൾ അവൾക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ലല്ലോ. അപ്പോൾ പിന്നെ അവൾ അതിലിരിക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചു കേട്ടോ. പിന്നെ ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റും കപ്പൊക്കെ എടുത്തിട്ട് അവളുടെ അടുത്ത് കൊടുത്തപ്പോൾ അവൾ അങ്ങനെ ഇരുന്നു. ഇങ്ങനത്തെ ടോയ്സ് ഒന്നും കണ്ടാൽ വേണമെന്ന് അങ്ങനെയൊന്നും പറയില്ല കേട്ടോ. വല്ല എന്തെങ്കിലും അൽക്കുലത്ത് സാധനങ്ങളൊക്കെ കിട്ടിയാൽ മതി, അതായിട്ട് ഇരുന്നോളും. പിന്നെ അത് തിരിച്ച് വരുമ്പോഴേക്കും സീമോൾക്ക് നല്ല ക്ഷീണമായി ഉറക്കം വന്നിട്ടാണ് കേട്ടോ കുട്ടി ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വീടെത്തുമ്പോഴേക്കും ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അവളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അധികം ദൂരമൊന്നുമില്ല, ഒരു 10-20 മിനിറ്റിൻ്റെ ഉള്ളിൽ അവിടെ നിന്ന് വീട്ടിലേക്ക് എത്തിയിട്ടോ. പിന്നെ ഓട്ടോറിക്ഷയിലല്ലേ, അപ്പോൾ പിന്നെ പെട്ടെന്ന് എത്തി. കപ്പ് പൊട്ടിച്ച് പുതിയ കപ്പ് ഈ ബാത്റൂമിൽ കൊണ്ടേക്കിങ്ങ് പൊട്ടിക്കണ്ട കേട്ടാ. പറഞ്ഞ പോലെ തന്നെ കുട്ടി ബാത്റൂമിൽ കൊണ്ടേക്കാനാ പോണത്. അവിടെ വെച്ചോ പോരെ. വാതിലടക്കണ്ടേ? അല്ല വാതിലടക്കി, ബാത്റൂമിന്റെ വാതിലടക്കി. കടയിൽ പോയിട്ട് സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവരാൻ എളുപ്പമാണ് കേട്ടോ. ഇനി ഇത് ഇതിൻ്റേതായ സ്ഥാനത്ത് എടുത്തു വെക്കണ്ടേ, അതാണ് ഒരു അടുത്ത ടാസ്ക്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇനി എടുത്തു വെക്കാനുള്ള മൂഡില്ല. എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കണം, നല്ല വിശപ്പുണ്ട്. പുറത്ത് പോയിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ, അതിൻ്റെ ശേഷമൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് വയ്ക്കുള്ളൂ. പിന്നെ അതാ ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സീമോൾ വന്നപ്പോൾ മുതൽ തിരച്ചിൽ തുടങ്ങിയിട്ടുള്ളതാണ്, എന്താ അവൾക്ക് കഴിക്കാൻ പറ്റിയ സാധനം ഉള്ളത് വെച്ചിട്ട്. അപ്പോൾ അവൾ ജ്യൂസ് എടുത്തിട്ട് കൈ പിടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനത് അതിൽ തണുപ്പുള്ള സാധനങ്ങളൊക്കെ വേഗം ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഈ ബട്ടർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ടത്. അപ്പം ഞാൻ അത് പുറത്തിരുന്നിട്ട് മെൽറ്റ് ആവില്ലേ. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്കും പിന്നെ ഫ്രീസറിൽ വെക്കാനുള്ളത് ഫ്രീസറിലേക്കൊക്കെ വെക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ പാലട പായസം നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വടക്കാഞ്ചേരി പോയിട്ടുണ്ട് വെച്ചെങ്കിൽ അവിടെ ഒരു ബേക്കറിയിൽ ഈ സംഭവം കിട്ടും. അപ്പോൾ ഞാൻ മിക്കപ്പോഴും പോകുമ്പോൾ ഞാൻ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ വാങ്ങാറുണ്ട്. അപ്പോൾ അത് സീമോൾക്ക് ഞാൻ ജ്യൂസ് എടുത്ത് കൊടുക്കുകയാണ്. ചോറ് കഴിച്ചിട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ പാവല്ലേ, വന്നപ്പോൾ മുതൽ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ജ്യൂസ് കുടിക്കൽ കഴിയുന്നതിൻ്റെ ഇടയിൽ തന്നെ മിഠായി എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിഠായി വാങ്ങിയിട്ട് അവിടെ വെച്ച്, മിഠായി തരില്ല ജ്യൂസ് കുടിച്ചോ, 2 കൂടി കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് മിഠായി കൊണ്ട് തന്നു കേട്ടോ. വാശി പിടിക്കൊന്നും ചെയ്തില്ല. സീമോൾക്ക് ജ്യൂസ് കൊടുത്തതിന് ശേഷം പിന്നെ പായസം എടുത്തിട്ട് ഞാൻ കുടിക്കുകയാണ് കേട്ടോ. പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പായസം നമ്മൾ ഈ കല്യാണത്തിനൊക്കെ കിട്ടില്ലേ, അങ്ങനത്തെ സദ്യയിലത്തെ പായസം പോലത്തെ പായസം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ഇങ്ങനത്തെ പായസം. അപ്പം ഞാനൊരു ഗ്ലാസ് എടുത്ത് കുടിച്ചു, ബാക്കി ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളൊന്നും ഇത് കുടിക്കില്ല, ഞാൻ മാത്രമേ കുടിക്കുള്ളൂ. ആരെയും ഇഷ്ടമല്ല, സീമോൾക്കും ഇഷ്ടമല്ല. കുറച്ചൊക്കെ വലുതായാൽ കുടിക്കായിരിക്കും. എന്താ അതിൻ്റെ ഉള്ളില്? ഇത് ചുമര് മൊട്ടിയാ മുഖം? അവിടെ നിന്ന് എണീറ്റോ? ആ കയ്യിലുള്ളത് കണ്ട് തന്നെ. വേണം, കൊണ്ടുപോയോ? എനിക്കിതായോ? അമ്മ ഒരെണ്ണം എടുത്തരാന്ന്, അമ്മ എടുത്തരാന്ന്. വേണ്ട വേണ്ട, ഞാൻ എടുത്തരാം. ഉണ്ണി എടുത്താ അതൊന്നും എല്ലാം കൂടി പോരും. സീമോളും എടുത്തായോ?
മട്ടര കുട്ടികളാണല്ലോ. എന്തെങ്കിലും കള്ളത്തരൊക്കെ ഒപ്പിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇതേപോലെ ഒളിച്ചു പോയിരുന്നിട്ടാട്ടോ ചെയ്യുക. അവൾക്ക് വെറ്റ് വൈപ്സ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയിരുന്നിരുന്നത്. പിന്നെ ഞാൻ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ അതാ വന്നിട്ട് എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ചോറിന് ഞാൻ തേങ്ങാ ചമ്മന്തി അല്ല, മാങ്ങ ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കില്ലേ, അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വഴുതനങ്ങ വറുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ കറിക്ക് വേണ്ട തോന്നി, അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. പിന്നെ ഞാനിത് മാത്രം കൂട്ടിയിട്ട് ചോറ് കഴിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടം. നല്ലൊരു ചമ്മന്തിയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ചോറ് നന്നായിട്ട് കഴിക്കാൻ പറ്റും. എന്താ ഫ്രിഡ്ജ് നോക്കണ്ട, ഞാൻ ആ വടി എടുക്കൂട്ടാ. ഓറഞ്ച് വേണം. ഹണി ബണ്ണിനെ കണ്ടേ. എന്തേ എന്താ കാര്യം? എന്തിനാ കരയില്ലേ? എന്തിനാ കരയില്ലേ? ഇതിവിടെ മിക്ക ദിവസവും ഉള്ളതാണ് കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവും. അതിപ്പോൾ ആരിനായാലും ശരി, അപ്പോഴാവും അവരുടെ ആവശ്യങ്ങളൊക്കെ പുറത്തേക്ക് വരിക. അപ്പോൾ അത് ഒരാവശ്യമില്ലാതെ ഇപ്പോൾ ഇരുന്ന് കരയാണ് കേട്ടോ, ഓറഞ്ചൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അവളോട് ടി വി വെച്ച് കണ്ടോളാം, ഹണി ബണ്ണീനെ കണ്ടോളാൻ പറഞ്ഞപ്പോഴാണ് അവിടെ പോയിരുന്നിട്ട് കരയണത്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ശ്രദ്ധിക്കാതിരുന്നപ്പോൾ കരച്ചിലൊക്കെ മാറ്റിയിട്ടാണ്. പിന്നെ അവൾക്ക് ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തു. ഇനി കുറച്ച് നേരം ഒന്ന് ഉറങ്ങും ഉച്ചയ്ക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്ന് കിടന്നിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അത് ആരും വരുമ്പോഴേക്കും ഞാൻ കോളിഫ്ലവർ വറക്കാമെന്ന് വിചാരിച്ചിട്ട് കോളിഫ്ലവർ ഞാൻ കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ചെറിയ ചൂടുവെള്ളം അല്ല തിളപ്പിച്ച വെള്ളമില്ലേ, അത് ഞാൻ ഒഴിച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കുകയാണ്. ഇതിൽ അരിപ്പൊടി, കോൺഫ്ലോർ, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ചീരകം, പിന്നെന്താ കുറച്ച് ഗരം മസാല, ഉപ്പ്, അതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഞാൻ കോൺഫ്ലോർ ഇതുപോലത്തെ ഒരു ഐസ്ക്രീമിൻ്റെ ഡപ്പയിലാണ് കേട്ടോ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. കട്ട പിടിക്കില്ല എന്ന് കേട്ടിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ പാത്രം എടുത്തപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു അയ്യോ ദൈവമേ കോൺഫ്ലോർ മൊത്തം കേടുവെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഞാൻ എന്ന് വെച്ചതാന്ന് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഫ്രിഡ്ജിന് ഇതിൻ്റെ ഇടയിൽ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. ആ സമയത്തെങ്ങാനും വെച്ചതാവും. എന്തായാലും അത് അങ്ങനെ നാശമായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനതെടുത്ത് കളഞ്ഞു. പിന്നെ എന്താ ആര്യം വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ. ആര്യം വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാനിത് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ മസാല തേച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം വറുത്തെടുത്ത കോളിഫ്ലവർ ഇതാകെ ഫ്ലോപ്പായിട്ടുണ്ട് കേട്ടോ. അതിൽ മസാലയിൽ കുറച്ച് വെള്ളം കൂടി. ഞാൻ വെള്ളം കുറവാണെന്ന് വിചാരിച്ചിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച്. അപ്പോൾ അത് ആകെ വെള്ളം കൂടിയ കാരണം മസാലയൊന്നും നേരെ പിടിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ചും കൂടി അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. വീണ്ടും അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് മാവ് സെറ്റ് ചെയ്തപ്പോൾ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കോളിഫ്ലവറിന്മേൽ കറക്റ്റ് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വറുത്ത് കഴിച്ചപ്പോൾ. ഞാൻ ബാക്കിൽ നിന്നിട്ട് പാത്രം കഴുകുമ്പോഴാട്ടോ അതാ മയിൽ, എത്ര മയിലാണ് ഒരു മയിൽ ഇതാ പീലൊക്കെ വിടർത്തി നല്ല നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഇങ്ങോട്ട് ഫ്രണ്ടിലേക്കായിട്ടാണ് നിന്നിരുന്നത്. ഞാൻ ഫോൺ എടുത്ത് വന്നപ്പോഴേക്കും അതാ അതിൻ്റെ പീലിയൊക്കെ അത് മടക്കിയിട്ടുണ്ട്. കുറേ കുട്ടികളും ഉണ്ട് അതിൻ്റെ കൂടെ. ഇതിന്നിപ്പോൾ എത്ര പ്രാവശ്യമാണ് പീലി വിടർത്തിയിട്ട് നിൽക്കണത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോഴേക്കും അത് പീലി അതിനെങ്ങനെയാണ് അവൻ മനസ്സിലാവണത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന്. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണമില്ല. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞങ്ങളത് ആ ഗ്രില്ലൊക്കെ തുറന്നിട്ടിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. ആര്യനും സിയമോളും കൂടിയിട്ട് ഇരുന്നിട്ട് സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ആര്യം കാണിച്ചു കൊടുക്കുകയാണ് പറയാൻ വേണ്ടിയിട്ട്. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു സാധനങ്ങളൊക്കെ എടുത്തു വെക്കാമെന്ന്. അല്ലെങ്കിൽ പിന്നെ ആ മൂലക്കൽ തന്നെ ഇരിക്കും. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാവും എടുത്ത് വെക്കൽ. അപ്പോൾ അത് അരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അരിയൊക്കെ ഞാൻ ആ പാത്രത്തിലേക്ക് ഇറക്കി വെക്കട്ടെ. ഞാൻ ഇവിടെ ഇങ്ങനെ അധികം വാങ്ങി വെക്കാറില്ല. കുറച്ച് ദിവസത്തേക്കുള്ളത് വാങ്ങി വയ്ക്കുള്ളൂ. പിന്നെ ഒരു 5-10 കിലോ ഒക്കെ അരി വാങ്ങിയാൽ തന്നെ ഞങ്ങൾക്ക് കുറേ ദിവസം ഉണ്ടാവും. പിന്നെ ഞാനിങ്ങനെ സാധനങ്ങൾ ഇങ്ങനത്തെ ബോക്സിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. എന്നിട്ട് കബോർഡിൽ കൊണ്ടുവയ്ക്കും. സ്റ്റോർ റൂമില്ലല്ലോ, അപ്പോൾ അതുപോലെ ആക്കി വയ്ക്കും.